പെട്ടെന്നൊരു ദിവസം ലോകത്തിലെ മൊത്തം കരണ്ട് കട്ടായി ഒരു വലിയ ദുരന്തം നടക്കുന്നു. ഭക്ഷണത്തിന്റെ വില വളരെയധികം കൂടി. ഒരു ലക്ഷറി കാർ വിറ്റാൽ വരെ അവർക്ക് വാങ്ങാൻ സാധിക്കുക 2 കപ്പ് അരി മാത്രമാണ്. ഒരാൾ ഒരു വലിയ മീനിനെ കൊടുത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു നേരത്തേക്കുള്ള അരി വാങ്ങുന്നു. പണക്കാരാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവരുടെ കയ്യിലെ ലക്ഷറി കാറുകളും വാച്ചുകളും മറ്റും കൊടുത്ത് ഒരു നേരത്തേക്കുള്ള അരി വാങ്ങാൻ നോക്കുന്നു. എന്നിരുന്നാലും ആ സ്ത്രീയുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു കുടുംബം വന്നു. അവരുടെ കയ്യിലുള്ള ഒരു കുപ്പി വെള്ളവും 2 കുപ്പി വൈനും കൊടുത്ത് ആ കടക്കാരുടെ കയ്യിൽ നിന്നും അവർ ഒരു സൈക്കിൾ വാങ്ങിച്ചു. കൂടാതെ ഒരു ചാക്ക് അരിയും അവർ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ആ കുടുംബം മൊത്തത്തിൽ ഒരു യാത്രയിലാണ്. പോകുന്ന വഴിയിൽ അവരെ കാത്ത് ഒരുപാട് തടസ്സങ്ങളുമുണ്ട്. റോഡ് ബ്ലോക്ക് ആണെങ്കിൽ അവർ മാപ്പ് നോക്കി മറ്റൊരു വഴി കണ്ടെത്തി മുന്നിലേക്ക് പോകുന്നു. അപ്പോഴും ജനങ്ങൾ മുഴുവൻ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി പല നാട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അന്ന് രാത്രി കൂട്ടത്തിലൊരു പയ്യൻ ആരോ വന്ന് അവരുടെ വെള്ളം കക്കുന്നത് കണ്ടു. അവൻ പതി അവിടേക്ക് ചെന്നു നോക്കി. അവർ ആ വെള്ളം എടുത്ത് അവരുടെ ചെറിയ കുഞ്ഞിനെ കുറച്ച് പാല് കൊടുക്കുന്നതാണ്. സോ ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു പോകുന്നു. കുറച്ചുനേരം പല ഭാഗങ്ങളിലും ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നവർ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പക്ഷേ പിറ്റേന്ന് വഴിയിൽ വെച്ച് അവർ ഒരു കാഴ്ച കണ്ടു. അവരുടെ മുന്നിൽ ഒരു വലിയ തുരങ്കമുണ്ട്. അതിന്റെ ദൂരം ഏകദേശം 2 കിലോമീറ്ററുമാണ്. പക്ഷേ ആ തുരങ്കത്തിന് മുന്നിലിരിക്കുന്ന 3 കണ്ണുകാണാത്ത സ്ത്രീകൾ അവരോട് ഞങ്ങൾക്ക് പണം തന്നാൽ ഈ തുരങ്കം കടക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ അവരാദ്യം അത് കാര്യമാക്കിയില്ല. പക്ഷേ ആ തുരങ്കത്തിനകത്തേക്ക് കയറിയപ്പോഴാണ് അവർക്ക് അപകടം മനസ്സിലായത്. അതിനകത്തുള്ള വല്ലാത്ത ഇരുട്ട് കാരണം വഴി പോയിട്ട് പരസ്പരം അവർക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. പെട്ടെന്ന് വന്ന വഴിയെ തിരിച്ചോടിയവർ കണ്ണു കാണാത്ത സ്ത്രീകളോട് സഹായം ചോദിച്ചു. അത്തരത്തിൽ അവർ മറുഭാഗത്തേക്കെത്തി ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ കയ്യിലെ വെള്ളം തീർന്നത് കാരണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അവരുടെ അച്ഛൻ ഒരു തോട്ടിൽ നിന്നും കുറച്ച് വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം അവർ യാത്ര ചെയ്യുന്നതിലും അധിക സമയം അയാൾ കക്കൂസിലാണ്. അതായത് വല്ല പറമ്പിലും ചെന്നിരിക്കും. 20 ദിവസത്തെ തുടർച്ചയായ യാത്രക്കൊടുവിൽ അവസാനം അവർ ഒസാക്ക എന്ന നഗരത്തിലെത്തി. നല്ല മീൻ പൊള്ളിച്ചതിന്റെ മണം കിട്ടി അവർ പെട്ടെന്ന് അവിടെ ഓടിച്ചെന്ന് നോക്കിയാൽ അവിടെ ജനസാഗരമാണ്. വിശന്നു വലഞ്ഞവർ പെട്ടെന്ന് വരിയിൽ നിന്നെങ്കിലും അത് വളരെ വൈകിപ്പോയിരുന്നു. അവസാനം അവർക്ക് കിട്ടിയത് അരപാത്രം സൂപ്പാണ്. വിശപ്പ് താങ്ങാൻ പറ്റാതെ അവരുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു പുഴുവിനെ പിടിച്ച് തിന്നാൻ നോക്കുന്നു. അപ്പോഴാണ് അയാൾ ഒരു പന്നിയുടെ ശബ്ദം കേട്ടത്. കുറച്ചു ദൂരത്തായി ഒരു വലിയ പന്നിയെ കണ്ട് അയാൾ ഒരു വേട്ടമൃഗത്തെ പോലെ അതിന്റെ പിന്നാലെ ഓടി. അതിനെ വിടാതെ പിടിച്ചയാൾ ആ പന്നിയോടൊപ്പം മറിഞ്ഞു വീണത് കണ്ട് കൂടെയുള്ളവർ ഓടിച്ചെന്ന് നോക്കി. പക്ഷേ ആ പന്നി ചത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അയാൾക്കൊന്നും പറ്റിയിട്ടുമില്ല. അയാളുടെ മകൻ ഇപ്പോൾ ഒരു കത്തി വെച്ച് ആ പന്നിയെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഒരു പ്രായമായ വ്യക്തി അവിടെ ഓടി വന്ന് അവരെ തടഞ്ഞ് അവരെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു. കാരണം അവർ കൊന്നത് അയാളുടെ പന്നിയാണ്. വീട്ടിലേക്ക് വന്നവർക്ക് സ്നേഹത്തോടെ അയാൾ വേണ്ടത്ര ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. സന്തോഷം കാരണം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു. പകരമായി അയാൾ അവരോട് അയാളുടെ ഫാമിൽ പണിയെടുക്കാൻ പറഞ്ഞെങ്കിലും എന്നും അവർക്ക് കിടന്നുറങ്ങാൻ നല്ല സ്ഥലവും വയറു നിറച്ച് ഭക്ഷണവും കിട്ടുന്നു. എല്ലാ സുഖങ്ങളും അവിടെ ഉണ്ടെങ്കിലും അവരുടെ മുത്തശ്ശൻ വീട്ടിൽ തനിച്ചാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അവർ അവരുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു. കാരണം അവരുടെ മുത്തശ്ശന്റെ അടുത്തേക്കാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിറ്റേന്ന് യാത്ര തുടർന്നവർക്ക് ആ ഫാമിന്റെ മുതലാളി വഴിയിൽ വെച്ചവർക്ക് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം പാക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിയിൽ അവരുടെ മകൾ ഒരു നായ്ക്കുട്ടിക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ നോക്കി. പക്ഷേ അവ കൂട്ടം ചേർന്ന് വന്ന് അവരുടെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം കൈക്കലാക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഷോക്കായി നിൽക്കെ അവരുടെ മുന്നിലേക്ക് ഒരു ട്രെയിൻ വരുന്നു. അങ്ങനെ അതിൽ കയറി അവരിപ്പോൾ നാട്ടിലേക്കെത്തി അവരുടെ മുത്തശ്ശനെ കാണുന്നു. 2 വർഷങ്ങൾ കഴിഞ്ഞ് മുത്തശ്ശന്റെ കൂടെ മീൻ പിടിക്കാനെല്ലാം പഠിച്ച് കരണ്ടൊന്നും ഇല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ അവിടെ അവർ ജീവിക്കാൻ ആരംഭിക്കുന്നു. എന്നിരുന്നാലും ഒരു രാവിലെ ആ ഗ്രാമത്തിൽ ഒരു സ്പീക്കറിൽ നിന്നും ശബ്ദം വരുന്നു. ഗ്രാമവാസികളെല്ലാം പുറത്തേക്കിറങ്ങി നോക്കിയാൽ അവരുടെ മുന്നിൽ വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം തെളിയുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലേക്ക് കരണ്ട് വന്ന് വെളിച്ചം തിരിച്ചു വരികയാണ്.